ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. സർവൈവൽ മൂവി, ഈ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെയുള്ള മൂവി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ ഇന്ന് നമുക്ക് നല്ലൊരു സർവൈവൽ മൂവിയുടെ കഥ കേട്ടാലോ. വളരെ ചുരുക്കി ഒന്ന് കഥയെക്കുറിച്ച് പറഞ്ഞുതരാം. അതായത് ഒരു ഫ്ലൈറ്റ് തകർന്ന് നേരെ കടലിലേക്ക് വീഴുകയാണ്. എന്നാൽ എല്ലാവരും മരണപ്പെടാതെ കുറച്ച് ആൾക്കാർ മാത്രം ആ ഒരു ഫ്ലൈറ്റിൽ ജീവനോടെ ബാക്കിയാവുകയാണ്. മാത്രമല്ല ഈ ഫ്ലൈറ്റിന്റെ ഏറ്റവും ഭാഗത്ത് എയർലോക്ക് ആവുകയാണ്. അതായത് കടലിനടിയിലായിട്ടും ഫ്ലൈറ്റിന്റെ ആ ഒരു കുറച്ച് ഭാഗത്ത് ഓക്സിജൻ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്ക് ശ്വസിക്കാൻ കഴിയാണ്. പക്ഷേ രക്ഷപ്പെടാൻ നോക്കുമ്പോഴാണ് ഏറ്റവും വലിയ അപകടം എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നത്. അതെ, ഇവർക്ക് ചുറ്റുമായിട്ട് അതെന്താണ് കഥ കേട്ട് തന്നെ മനസ്സിലാക്കാം. അപ്പൊ നമുക്ക് നേരെ കഥയിലേക്ക് ചെല്ലേ. അതിന് മുന്നേയായിട്ട് നമ്മുടെ രണ്ടാമത്തെ ചാനലിന്റെ കാര്യം മറക്കണ്ട. ഇത് കഴിഞ്ഞാൽ ആ ചാനൽ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കമന്റ് ബോക്സിലുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു കഥയിലേക്ക്, കഥയുടെ ഈ മായ ലോകത്തിലേക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടാ. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു എയർപോർട്ടിൽ കാണിക്കുകയാണ്. അവിടെ രണ്ട് യുവാക്കൾ ഒരാളെ കാത്തിരിക്കുകയാണ്. ഒരാളുടെ പേര് ജെറാഡ്, മറ്റാളുടെ പേര് ബിസ്കോ. ഈ ജെറാഡിന്റെ ഗേൾ ഫ്രണ്ട് സോഫി, അവള് വരാണ്ട് അധികം വൈകിയില്ല. സോഫി ഇങ്ങോട്ടേക്ക് എത്താണ്. എന്നാൽ അവളുടെ കൂടെ ഒരു ബോഡി ഗാർഡ് ഉണ്ടായിരുന്നു. അപ്പൊ ജെറാഡ് ചോദിക്കുകയാണ്, എന്തിനാണ് സോഫി ഇയാളൊക്കെ കൂടെ കൊണ്ടുവന്നത്, ഒഴിവാക്കായിരുന്നില്ലേ? അപ്പൊ സോഫി പറയാണ്, എന്റെ അല്ല അച്ഛന്റെ നിർബന്ധമാണ്, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്ന്. ഇതേ സമയത്ത് തന്നെ ഇവന്റെ കൂട്ടുകാരനായിട്ടുള്ള ബിസ്കോ പതിയെ ഒരു ബോഡി ഗാർഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, അല്ല നിങ്ങൾക്ക് എല്ലാ കാര്യം അറിയോ, ഈ ഒരു ഭാഗം സേഫ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഈ ബോഡി ഗാർഡ് ആണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഇയാളൊന്ന് ചുറ്റും നോക്കുകയാണ്, ഒരു കുഴപ്പമില്ല. അല്ല ബോഡി ഗാർഡ്, ആ ഒരു പെണ്ണിന് ഒരു ദിവസമെങ്കിലും വെറുതെ വിട്ടൂടെ എന്നിങ്ങനെ ഈ ഒരു ബിസ്കോ ചോദിക്കുമ്പോൾ, എനിക്ക് കിട്ടിയ ഓർഡർ അതാണ്, അവളെ പ്രൊട്ടക്ട് ചെയ്യണം, ഈ പോകുന്ന വഴിയിൽ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ശരിയെന്ന് പറയാണ്. ഇതേ സമയത്ത് തന്നെ ഈ എയർപോർട്ടിലേക്ക് ഒരു അമ്മൂമ്മ, ഒരു അപ്പൂപ്പൻ, അതുപോലെ തന്നെ അവരുടെ പേരക്കുട്ടിയുടെ പേര് ജെന്നി എന്നാണ്. 3 പേരും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ജെന്നിയുടെ കയ്യിൽ എപ്പോഴും ഒരു ടെഡി ബിയർ ഉണ്ടാവും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിന്. എവിടെ പോവാണെങ്കിലും അതിനെ കൂടെ കൊണ്ടുപോകും. അതുപോലെ തന്നെ ഇപ്പൊ അവളുടെ അമ്മൂമ്മ പറയാണ്, മോളെ നീ അപ്പൂപ്പന്റെ കൂടെ അവിടെ പോയിട്ട് വെയിറ്റ് ചെയ്യും, അമ്മൂമ്മ ഇപ്പൊ വരാം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ സോഫിയുടെ ആ ഒരു പാസ്പോർട്ടും കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ചെക്ക് ചെയ്യുന്ന ആള് പറയണ, ഗവർണറുടെ മകളാണ് നിങ്ങൾ? ഇപ്പൊ സോഫി ഒന്ന് ചിരിക്കുകയാണ്. സോ എന്തുകൊണ്ടാണ് സോഫിയുടെ കൂടെ ഒരു ഗാർഡ് എപ്പോഴൊന്നും മനസ്സിലായില്ലേ? ഗവർണറുടെ മകളായതുകൊണ്ട് തന്നെയാണ്. പിന്നീട് ആ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവര് 3 പേരും, സോഫി, ജെറാഡ്, ബിസ്കോ, 3 പേരും അങ്ങനെ നടന്നു പോകുന്നത്, നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നന്നായിട്ട് അടിച്ചു പൊളിക്കണം, പക്ഷെ എങ്ങനെയെങ്കിലും ആ ഒരു ഗാർഡിനെ നമുക്ക് ഒഴിവാക്കണം എന്ന് പറയണം. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ജെന്നി, അവളുടെ അപ്പൂപ്പന്റെ കൂടെ ഇരിക്കുമ്പോൾ അവള് നോക്കുമ്പോൾ അവളുടെ ആ ഒരു ടെഡിയെ കാണാനില്ല. വരുന്ന വഴിക്ക് എവിടെയോ വീണ് പോയിട്ടുണ്ട്. സോ അവള് നേരെ അങ്ങോട്ടേക്ക് തിരിച്ചു പോകണം, നോക്കുകയാണ് ടെഡി എവിടെയെങ്കിലും വീണ് പോയിട്ടുണ്ടോ എന്ന്. അങ്ങനെ വേഗത്തിൽ വരുന്ന സമയത്ത് നമ്മുടെ സോഫി ഒരു കോഫിയുടെ കപ്പുമായിട്ട് വരികയായിരുന്നു. ഇവളുടെ ദേഹത്ത് ചെന്ന് അറിയാതെ ഈ ജെന്നി അടിക്കുകയാണ്. നിറയെ കോഫി ഇപ്പൊ സോഫിയുടെ ആ ഒരു ഡ്രസ്സിലൊക്കെ ആവുന്നുണ്ട്. അവള് ഒന്നാമതേ ഒരു ചെറിയ പിരിയിലായിരുന്നു. ഇപ്പൊ ഈ ഒരു പെണ്ണിനെ ചീത്ത പറയുന്നുണ്ട്. എന്താണ് പെണ്ണെ, ഒന്ന് നോക്കിയും കണ്ടൊക്കെ നടന്നൂടെ? ഇതേ സമയത്ത് തന്നെ ജെന്നി കരഞ്ഞോണ്ട് പറയണ, ചേച്ചി സോറി, എന്നോട് ക്ഷമിക്കണം, എന്റെ ടെഡിയെ കാണാനില്ല, അതിനെ നോക്കി വന്നതാണ്. ഇത് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നമ്മുടെ ജെന്നി അപ്പൂപ്പന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. ഈ കുഞ്ഞു പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ സോഫിക്ക് വല്ലാതെ വിഷമാവാണ്. വെറുതെ ഒരാവശ്യമില്ലാതെ ചീത്ത പറഞ്ഞു. എന്നാൽ സോഫി വരുന്ന വഴിക്ക് ഇതേപോലെ ആ ഒരു ചെറിയ ടെഡി ബിയർ വീണെടുക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അവള് നേരെ തിരിച്ചു പോവാണ്. അതിനെടുത്തു കൊണ്ടുവന്നിട്ട് നമ്മുടെ ജെന്നിക്ക് കൊടുക്കാണ്. സോറി കേട്ടോ മോളെ, ചേച്ചി കുറച്ച് ടെൻഷനിലായിരുന്നു, അതുകൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ പറഞ്ഞത്, ചേച്ചിയോടൊന്നും തോന്നല്ല കേട്ടോ. എന്തായാലും നമ്മുടെ ജെന്നിക്ക് ഹാപ്പി ആവുകയാണ്. ഇതിനുശേഷം എല്ലാ പാസഞ്ചേഴ്സും ആ ഒരു ഫ്ലൈറ്റിലേക്ക് കയറാൻ നിൽക്കുകയാണ്. എല്ലാവരും സ്വീകരിക്കാനായിട്ട് തന്നെ ആ ഡോറിന്റെ അടുത്ത് തന്നെ സ്റ്റാഫും ഉണ്ടായിരുന്നു. സോ ആ ഒരു സ്റ്റാഫിന്റെ പേരാണ് ഡാനിയൽ. എന്തായാലും ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് ഒരുപാട് സീറ്റുകൾ കാലിയായിരുന്നു. അതുകൊണ്ട് തന്നെ സോഫി, ജെറാഡ്, ബിസ്കോ ഇവർ നേരെ ബേക്ക് ഭാഗത്തേക്ക് ചെല്ലുകയാണ്. ഇപ്പൊ ഗാർഡ് ചോദിക്കുകയാണ്, എന്താണ് അങ്ങോട്ടേക്ക് പോകുന്നത്, നമ്മുടെ സീറ്റ് ഇവിടെയല്ലേ? ഇപ്പൊ സോഫി ഒരു ബോഡി ഗാർഡിനോട് പറയണം, അങ്കിളെ പ്ലീസ് പ്ലീസ് ഇത്തവണ ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്, ഞങ്ങൾ 3 പേരും ബേക്കിലിരുന്നോളാം, അങ്കിള് മുന്നിലിരുന്നോ, ഇഷ്ടമാതിരി സീറ്റ് ഉണ്ടല്ലോ. അങ്ങനെ ബോഡി ഗാർഡ് ഇപ്പൊ ഇതിന് സമ്മതിക്കുകയാണ്. ഇവർ 3 പേരും പോയിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഇപ്പോൾ ടേക്ക് ഓഫ് ആവാൻ വേണ്ടി പോവാണ്. എല്ലാവർക്കും എങ്ങനെ ആ ഒരു ഓക്സിജൻ മാസ്ക് ഉപയോഗിക്കണം, അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല പിന്നീട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്. നമ്മുടെ പെണ്ണുണ്ടല്ലോ ജെന്നി, അവൾക്കാണെങ്കിൽ ഈ ഒരു യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട്. അപ്പൂപ്പന്റെയും അമ്മൂമ്മയുടെ കൂടെയുള്ള ഈ ഒരു യാത്ര അവൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ സോഫി നോക്കുമ്പോൾ ഒരുപാട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇപ്പൊ ബിസ്കോയോട് ഇതെന്താണ് ഇങ്ങനെ ചോദിക്കുമ്പോൾ ബിസ്കോ പറയാണ്, അത് പിന്നെ ഈ ഒരു ഫ്ലൈറ്റ് അത്ര സേഫ് ഒന്നുമല്ല, അതുകൊണ്ടാണ് ആരും കയറാത്തത്. സോഫിയാകെ പേടിച്ചു പോയി. ഇപ്പൊ ജെറാഡ് പറയണം, നീ വെറുതെ പേടിക്കൊന്നും വേണ്ട, ഇത് വീക്കെൻഡ് അല്ലല്ലോ, അതുകൊണ്ടാണ് ആളില്ലാത്തത്, സീസൺ അല്ലാത്തതുകൊണ്ടാണ്. അവളുടെ ആ ഒരു പേടി കണ്ടപ്പോൾ ബിസ്കോ കിടന്ന് ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ചെറിയ പെണ്ണുണ്ടല്ലോ ജെന്നി, അവൾ ആ ഒരു വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് പക്ഷികൾ വന്നിട്ട് ഇവരുടെ ആ ഒരു എഞ്ചിൻ ഉണ്ടല്ലോ, ഫ്ലൈറ്റിന്റെ എഞ്ചിൻ, അതിനെ പോയിട്ട് അടിക്കുന്നുണ്ട്. അധികം വൈകാതെ തന്നെ ഫ്ലൈറ്റ് വല്ലാതെ ഷേക്ക് ആവാൻ തുടങ്ങണം. എല്ലാവരും ആകെ ഭയന്നു പോയി. ഇപ്പൊ ഡാനിയൽ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട, പൈലറ്റ് പറഞ്ഞത് അത് എപ്പോഴും സംഭവിക്കാറുള്ളതാണെന്ന്, അധികം വൈകാതെ തന്നെ ഇത് ശരിയായിക്കോളും, എല്ലാവരും പേടിക്കാതെ നോർമലായിട്ട് അവിടെ തന്നെ ഇരിക്കുന്നു പറയാണ്. അധികം വൈകിയില്ല. ഈ പൈലറ്റ് പറഞ്ഞതുപോലെ തന്നെ ഷേക്ക് ആവുന്ന ആ ഒരു പ്ലെയിന് അത് പഴയതുപോലെ ആവുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. എന്തായാലും കുറച്ച് സമയം കൂടെ കഴിയാണ്. നമ്മുടെ ജെന്നി പതിയെ ആ ഒരു വിൻഡോയിലൂടെ ആ ഒരു എഞ്ചിൻ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു എഞ്ചിന്റെ ഭാഗത്തുനിന്ന് വല്ലാത്തൊരു ഇളക്കം പോലെ, ഇതെന്താണ് മുത്തശ്ശി ഇതിങ്ങനെ ഇളകുന്നതെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയെ കാണിച്ചു കൊടുക്കുമ്പോഴേക്കും അതിന്റെ ആ ഒരു പുറന്തോട് മുഴുവനായിട്ട് ഇളകി പോവാണ്. അധികം നേരം വൈകിയില്ല, ഈ ഒരു എഞ്ചിൻ തന്നെ അവിടെ നിന്ന് ഇളകി പാറി തെറിച്ചു പോവാണ്. പിന്നെ പറയണ്ടല്ലോ, ഈ ഒരു എയ്റോപ്ലെയിൻ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായിട്ട് കിടന്ന് ഇളകാൻ തുടങ്ങുകയാണ്. എല്ലാവരും ഭയത്തിന്റെ ഉച്ചത്തിലെത്തി നിൽക്കുകയാണ്.
വീഴുകയാണ്. മാത്രമല്ല ഇങ്ങനൊരു അപകടം ഉണ്ടായതുകൊണ്ട് തന്നെ സൈഡ് വിൻഡോ ഇതെല്ലാം പൊട്ടി ഇതിലൂടെ ആൾക്കാർ തെറിച്ചു പോകാൻ തുടങ്ങി. അതായത് സീറ്റ് ബെൽറ്റ് ഇടാത്ത ആൾക്കാർ. ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന ബോഡി ഗാർഡ് ഇയാളെ കൈകൊണ്ട് പിടിച്ചു നിർത്താൻ പറ്റുന്നവരെയൊക്കെ പിടിച്ചു നിർത്താൻ നോക്കിയെങ്കിലും ആ ഒരു ഫോഴ്സിൽ ഒരാളെ പോലും അധിക നേരം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാനം സീറ്റ് ബെൽറ്റ് ഇടാത്ത ഒരുവിധം എല്ലാ ആൾക്കാരും ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് തെറിച്ചു പോകണം. കാരണം പയ്യെ പയ്യെ ഈ ഒരു ഫ്ലൈറ്റിന്റെ കൺട്രോൾ പോയിട്ടുണ്ട്. പതിയെ താഴേക്ക് അതായത് കടലിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. അറിയാലോ അത്രയും ഹൈറ്റിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് വീഴുമ്പോൾ അതിന് പുറത്തേക്ക് പോകുന്ന ആ ഒരു പ്രഷർ ആ പ്രഷർ കാരണം തന്നെ ബെൽറ്റ് ഇടാത്ത എല്ലാവരും തെറിച്ചു പോകുന്നുണ്ട്. അങ്ങനെ അവസാനം കടലിലേക്ക് വന്നിട്ട് ഈ ഒരു ഫ്ലൈറ്റ് ചെന്നങ്ങ് വീഴുകയാണ്. മാത്രമല്ല അതിശക്തമായ കാറ്റ് ഇവിടുന്ന് പോയത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഉള്ളിലേക്ക് കയറുന്നത് കൊണ്ടും നമ്മുടെ ഈ ഒരു സോഫി അതുപോലെ തന്നെ ജെറാഡ് ബിസ്കോ ഇവർക്കൊന്നും ഒരു ബോധം ഇല്ലാതായി പോയിട്ടുണ്ട്. എന്തോ ഒരുമാതിരി വല്ലാത്ത തലകറക്കം പോലെ എന്താ സംഭവിക്കുന്നതെന്നും ഇവർക്ക് തിരിയുന്നില്ല. അങ്ങനെ വെള്ളത്തിന്റെ ആഴങ്ങളിലേക്ക് അതായത് കടലിന്റെ അടിത്തട്ടിലേക്ക് ഈ ഒരു ഫ്ലൈറ്റ് അങ്ങനെ പോയി അവസാനം ഇതൊരു ഭാഗത്ത് സ്റ്റെക്കായി നിൽക്കുകയാണ്. എന്നാൽ സോഫി ജെറാഡ് ബിസ്കോ ഇവരെല്ലാം ഫ്ലൈറ്റിന്റെ ഏറ്റവും ബേക്ക് ഭാഗത്തായിരുന്നല്ലോ. അതിവേഗത്തിൽ കുത്തനെ ഈ ഒരു ഫ്ലൈറ്റ് വീണത് കൊണ്ട് തന്നെ ഇതിന്റെ ഏറ്റവും ബേക്ക് ഭാഗത്തായിട്ട് എയർ ലോക്കായി കിടക്കുകയാണ്. അതെങ്ങനെയാണെന്നല്ലേ, അതായത് കടലിന്റെ അടിയിലാണെങ്കിലും ഈ ഫ്ലൈറ്റിന്റെ ഏറ്റവും ബേക്ക് ഭാഗത്തേക്ക് ഇപ്പോഴും എയർ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതായത് കപ്പ് ഉണ്ടല്ലോ നമ്മുടെ വെള്ളത്തിൽ വെച്ചിട്ട് ഒറ്റ അമർത്തിയാൽ ഇനിയിപ്പോ ആ ഒരു കപ്പ് വെള്ളത്തിന്റെ അടിയിലേക്ക് പോയാലും ആ ഒരു എയർ അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുമല്ലോ. അതേ ഒരു സിറ്റുവേഷൻ തന്നെ എയർ ലോക്ക് ആയിട്ട് ആ ഒരു ഫ്ലൈറ്റ് കടലിന്റെ ആ ഒരു ഭാഗത്ത് പോയിട്ട് അങ്ങനെ കിടക്കുകയാണ്. ഇതിപ്പോ കടലിന്റെ അടിയിലേക്ക് എത്തിയോ അല്ലെങ്കിൽ വല്ല എന്താ പറയാ പാറയുടെ മുകളിലും കൊളുത്തി നിൽക്കുകയാണ് എന്നൊന്നും അറിയില്ല കേട്ടോ. ഇതേ സമയത്തിന് താഴ്ഭാഗത്തുണ്ടായിരുന്ന ഒരുവിധ ആൾക്കാരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. എന്നാൽ അടിയിൽ നിന്നും ആ ഒരു ചെറിയ പെണ്ണുണ്ടല്ലോ ജെന്നി, അവള് നീന്തി മുകളിലേക്ക് വരികയാണ്. അതിന്റെ പിന്നാലെ തന്നെ ആ ഒരു ബോഡി ഗാർഡും വരുന്നുണ്ട്. ബോഡി ഗാർഡ് കയ്യിൽ ഈ ഒരു ജെന്നിയുടെ അമ്മൂമ്മയുണ്ടല്ലോ അവരും ഉണ്ടായിരുന്നു. അവരുടെ ബോധം ആകെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ഒരു ഫ്ലൈറ്റിലെ സ്റ്റാഫ് ആയിട്ടുള്ള ഡാനി പെട്ടെന്ന് തന്നെ അവർക്ക് ആ ഒരു CPRും ബാക്കിയുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ബോഡി ഗാർഡ് ഇയാളുടെ നെഞ്ചിലേക്ക് എന്തോ ഒരു കമ്പിയോ അങ്ങനെ എന്തോന്ന് കുത്തി കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫിയുടെ കൂട്ടുകാരനായിട്ടുള്ള ബിസ്കോ ഇവന്റെ കൈയൊക്കെ ആ ഒരു പരിവായിട്ടുണ്ട് പെട്ടെന്ന് ഇങ്ങനെ ക്രാഷ് ആയതുകൊണ്ട് തന്നെ. എന്തായാലും ബോഡി ഗാർഡ് അയാൾ പെട്ടെന്ന് തന്നെ റീകവർ ആകുകയാണ്. പിന്നീട് ചുറ്റും കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് ഇയാൾ പറയാണ് നമ്മൾ എന്തായാലും ഇപ്പൊ താൽക്കാലികമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത്. അതായത് ഈ ഒരു പ്ലെയിനിന്റെ ഏറ്റവും ബേക്ക് ഭാഗത്ത് എയർ ലോക്ക് ആയിട്ട് അതിന്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷേ ഇത് അധിക നേരത്തേക്ക് ഇങ്ങനെ ഉണ്ടാവില്ല. കാരണം എന്താണ്, അധികം വൈകാതെ നമ്മൾ എല്ലാവരും ശ്വസിക്കുന്നത് കൊണ്ട് തന്നെ ഓക്സിജൻ ഇത് തീരും. സോ ഓക്സിജന്റെ വല്ല സപ്ലൈയോ ടാങ്കോ അങ്ങനെ എന്തെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് ഈ ഡാനിയലിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ ബേക്കിലേക്ക് പോയിട്ട് തപ്പുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ചൊന്നും അവന് കിട്ടിയില്ല. അധിക നേരമൊന്നും ഇതിന്റെ ഉള്ളിൽ അവർക്കിട്ട് നിൽക്കാനും പറ്റില്ല. അപ്പൊ ഏക വഴി എന്ന് വെച്ചാൽ പതിയെ മുകളിലേക്ക് പോവാ. പക്ഷേ എത്ര മുകളിലേക്ക് ഇങ്ങനെ നീന്തി പോകണം എന്നുപോലും ഇവർക്ക് അറിയില്ലല്ലോ. കാരണം കടലിന്റെ പല ഭാഗത്തെയും ആഴം നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അത് പല രീതിയിലായിരിക്കും. നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നത് പോലെ തന്നെ കടലിനടിയിലും മലകളുണ്ട്, താഴ്വരകളുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഏതെങ്കിലും വല്ല മലയുടെ മുകളിലാണ് നിൽക്കുന്നതെങ്കിൽ പ്രശ്നമില്ല. പക്ഷേ ആ മലയുടെ താഴ്വാരത്തിലാണെങ്കിൽ ഒരുപാട് ആഴത്തിലായിരിക്കും ഇവരുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് മുന്നും പിന്നും നോക്കാതെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ട് മുകളിലേക്ക് നീന്തി പോവാന്ന് പറയുന്നത് അത്ര ഒരു ലോജിക്കായിട്ടുള്ള കാര്യമല്ല. മേ ബി അത് കൂടുതൽ അപകടങ്ങൾ വിളിച്ചു വരുത്തും. സോ എല്ലാവരും വല്ലാതെ ഇങ്ങനെ പാനിക്കായി നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഡാനിയൽ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ആരും പേടിക്കേണ്ട, ഫ്ലൈറ്റ് ക്രാഷ് ആകാൻ പോകുന്ന അതേ സമയത്ത് തന്നെ പൈലറ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട് ഒരു റെസ്ക്യൂ ടീം ഇങ്ങോട്ടേക്ക് വരാതിരിക്കില്ല. സോ ആ ഒരു കാര്യം കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു പ്രതീക്ഷ വരുന്നുണ്ട്, വരുമല്ലോ രക്ഷപ്പെടുത്താനായിട്ട് ആരെങ്കിലൊക്കെ. എന്നാലും അങ്ങനെ ഒരു ടീം വന്നാലും പ്രശ്നം ഇവിടെ കൊണ്ട് തീരുന്നില്ല. കാരണം അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ തന്നെ മനസ്സിലാക്കാം. എന്തായാലും ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെറുതെ നിന്നിട്ട് കാര്യമില്ല. ആദ്യം അവർക്ക് വേണ്ടത് ഓക്സിജൻ ആണ്. ഇപ്പൊ ആ ഒരു അമ്മൂമ്മ പറയാണ്, എന്റെ തൊട്ടടുത്തുണ്ടായിരുന്ന പാസഞ്ചർ അയാൾക്ക് എന്തോ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ ഇതുപോലെ ഒരു സിലിണ്ടർ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പൊ അത് എടുക്കുകയാണെങ്കിൽ നമുക്കത് ഉപകാരം. ഇതേ സമയത്തിന് ബോഡി ഗാർഡ് പറയാണ്, എന്നാൽ നിങ്ങൾ എല്ലാവരും ഇവിടേക്ക്, ഞാനത് പോയി എടുത്തിട്ട് വരാം. ഇപ്പൊ അമ്മൂമ്മ പറയാണ്, എന്റെ ഹസ്ബൻഡ് അദ്ദേഹം ഓൾറെഡി മരിച്ചു കഴിഞ്ഞു, അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു തൊപ്പി അത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. ബോഡി ഗാർഡ് ഒന്ന് തലയാടിയതിനു ശേഷം വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. എന്നിട്ട് നേരെ താഴേക്ക് പോകുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ അപ്പൂപ്പൻ മരണപ്പെട്ട് കിടക്കുന്നുണ്ടല്ലോ, മൂപ്പരുടെ കയ്യിൽ നിന്നും ഇതുപോലെ ആ ഒരു തൊപ്പി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ആ ഒരു പേഷ്യന്റിന്റെ കയ്യിൽ നിന്നും ഇതുപോലെ ആ ഒരു ഓക്സിജൻ സിലിണ്ടർ ഉണ്ടായിരുന്നു, അതും എടുക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു ബോഡി ഗാർഡ് ഒരു കാര്യം കാണുന്നില്ല. എന്നാൽ നമ്മൾ കാണുന്നുണ്ട് ഒരു ഷാർക്ക് പെട്ടെന്ന് അതിലൂടെ പാസ്സായി പോകുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യം ബോഡി ഗാർഡ് ശ്രദ്ധിക്കുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പൊ സോഫി അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ കാണിക്കുകയാണ്. ഇവർ ആ ഒരു വെള്ളമുള്ള ഭാഗത്തേക്ക് നോക്കുമ്പോൾ അതിന്റെ അടിയിൽ നിന്നും കുമിളകൾ ഇങ്ങനെ പൊന്തുന്നുണ്ട്. ഇവരാകെ പേടിച്ചു പോയി, ബോഡി ഗാർഡിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ ബോഡി ഗാർഡ് മുകളിലേക്ക് പൊന്തി വരികയാണ്. മൂപ്പരുടെ കയ്യിൽ ഒരു എന്താ പറയാ ഒരു തൊപ്പി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ആ ഒരു സിലിണ്ടർ ഉണ്ടായിരുന്നു. ഇത് രണ്ടും അവിടെ ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് നമ്മുടെ സോഫിയെ നോക്കിയിട്ട് ഈ ഒരു ബോഡി ഗാർഡ്, മോളെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. പക്ഷെ എന്തിനാണ് ബോഡി ഗാർഡ് ഇങ്ങനെ ക്ഷമ പറയുന്നത്? അതായത് ബോഡി ഗാർഡിന് ഉറപ്പാണ് അധികം വൈകിൽ ഇയാളുടെ കാല് കടിച്ച് വലിക്കുമെന്ന്. ആ ഒരു സ്രാവ് തന്നെ ഇങ്ങനെ ക്ഷമ ചോദിച്ച അടുത്ത നിമിഷം തന്നെ ഈ ബോഡി ഗാർഡിനെ വെള്ളത്തിനടിയിലേക്ക് ഈ സ്രാവ് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഫുള്ള് അവിടെ രക്താവാണ്. ഇത് കണ്ടുകൊണ്ടുന്ന എല്ലാവരും കിടന്ന് വിറക്കാൻ തുടങ്ങുകയാണ്. ഓൾറെഡി ഇവർ വല്ലാത്തൊരു ആപത്തിലാണ്, കടലിന്റെ അടിത്തട്ടിൽ വീണ് കിടക്കുകയാണ്. അതിന്റെ കൂടെ ഇതുപോലുള്ള നരഭോജികളായിട്ടുള്ള ഷാർക്ക് കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും സിറ്റുവേഷൻ? പേടിച്ച് എല്ലാം കൂടെ ഒരു പരുവാകുന്നുണ്ട്. ഇതേ സമയത്തിന് സോഫി പറയാണ്, എല്ലാവരും ദയവ് ചെയ്ത്
ചെയ്ത് ഒന്ന് നോർമൽ ആവണം. കാരണം നമ്മൾ എത്രത്തോളം കൂടുതൽ പേടിക്കുന്നു അത്രത്തോളം പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഓക്സിജൻ, അതായത് നമ്മുടെ ഈ ഒരു എയർലോക്ക് ആയി കിടക്കുന്ന ഈ സ്ഥലം ഉണ്ടല്ലോ, ഇതിന്റെ ഉള്ളിൽ ആ ഓക്സിജൻ വേഗം തീരും. സോ എല്ലാവരും ഒന്ന് നോർമൽ ആവും പ്ലീസ്. എന്തായാലും ഭയം എന്ന വികാരം നമ്മൾ ഈ കരച്ചിലൊക്കെ നിർത്തുന്നത് പോലെ ഒറ്റയടിക്ക് അങ്ങനെ നിർത്താൻ കഴിയും. അത് ഉള്ളിന്ന് പയ്യെ 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 പോയി വരണ്ടേ. പിന്നെ അവർ പെട്ടെടുക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കൂടെ നോക്കണം കേട്ടോ. സോ എന്തായാലും എല്ലാവരും പയ്യെ 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 റിക്കവർ ആയി വരുന്നുണ്ട്, നോർമൽ ആവുകയാണ്. അതുപോലെ തന്നെ സോഫിയുടെ കൂട്ടുകാരൻ ബിസ്കോ ഇതുപോലെ താഴേക്ക് ഇങ്ങനെ ക്രാഷ് ലാൻഡ് ആയപ്പോൾ അവന്റെ കൈക്ക് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു വല്ലാത്ത കോലത്തിലാണ് കൈപ്പുള്ളത്. എന്നാൽ നമ്മുടെ ആ ഒരു മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫസ്റ്റ് എയ്ഡ് മെറ്റീരിയൽ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവന്റെ കൈ നന്നായിട്ടൊന്ന് വലിച്ചു കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത്, അതായത് കടലിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഇവര് തേടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ കാരണം, ആ ഒരു പ്ലെയിനിൽ ഗവർണറുടെ മകളുണ്ടല്ലോ, സോ അധികാരത്തിലിരിക്കുന്ന ഒരാളുടെ മകളായതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തകർക്ക് നല്ല പ്രഷർ ഉണ്ടായിരുന്നു. സോ പെട്ടെന്ന് തന്നെ ഈ ഒരു ടീം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. സോ ഇവര് കടലിൽ സെർച്ചിങ് ആരംഭിക്കുകയാണ്. പരന്നു കിടക്കുന്ന കടലാണ്. ഇതിന്റെ ഏത് ഭാഗത്തേക്കാണ് ഈ ഫ്ലൈറ്റ് ചെന്ന് വീണിട്ടുണ്ടാവുക എന്ന് ഇവർക്ക് അത്ര പെട്ടെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റൂ. അടുത്ത സീനിൽ വീണ്ടും ആ ഒരു തകർന്ന് വീണ് കിടക്കുന്ന ഫ്ലൈറ്റിന്റെ ഉള്ളിൽ തന്നെ കാണിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ജെറാഡ് പറയണ സോഫി നമ്മൾ എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം, പുറത്തേക്ക് കടക്കാനുള്ള ഒരു വഴി നമ്മൾ നോക്കണം. ഇപ്പൊ സോഫി പറയണ ജെറാഡെ നീ കണ്ടതല്ലേ ഷാർക്കിനെ, അതുപോലെ എത്ര എണ്ണം പുറത്തുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യം. എന്തായാലും ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയിലാണ് ഇവര്. എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടമായിട്ടുണ്ട്. ഓരോരുത്തരും ആ ഒരു ഭയം കാരണം കരയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ ഇവരുടെ ആ ഒരു പേടിയെ ഒന്നുകൂടെ കൂട്ടാനായിട്ട് ഷാർക്കുകൾ ഇതിന്റെ ചുറ്റും അങ്ങനെ വട്ടിട്ട് നടക്കുന്നുണ്ട്. ഇത് ഇടക്ക് വന്നിട്ട് ഈ ഫ്ലൈറ്റിൽ ഓരോ മുട്ട് കൊടുക്കും. ടക് ടക് എന്നുള്ള ആ ഒരു സൗണ്ട് ഇവര് കേൾക്കുന്നുണ്ട്. അതിന്റെ പുറമെ ദാണ്ടെ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുന്നത്, അതായത് നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫ്ലൈറ്റ് എവിടെ വന്നാൽ നിൽക്കുന്നതെന്ന് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇനിയിപ്പോ വല്ല മലയുടെ മുകളിലാണോ, അല്ലെങ്കിൽ ആ ഒരു മലയുടെ ചെരുവിലാണോ, അല്ലെങ്കിൽ ആ മലയുടെ എന്താ പറയാ താഴ്വാരത്തിലാണോ ഒന്നും അറിയില്ല. ശരിക്കും ഈ ഒരു ഫ്ലൈറ്റ് വന്നു നിൽക്കുന്നത് ഒരു മലയുടെ ചെരുവിലായിരുന്നു. ഞാനൊരു കാര്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ മലകള്, മലയുടെ താഴ്വാരങ്ങള്, കൊക്ക, ഇതൊക്കെ പറയുന്നത് നമ്മുടെ ഭൂമിയുടെ മുകൾ ഭാഗത്ത് മാത്രമല്ല കടലിലും ഇതുപോലെ തന്നെയുണ്ട്. എന്തായാലും ആ മലയുടെ ചെരുവിൽ നിൽക്കുന്ന ഫ്ലൈറ്റ് പതിയെ പതിയെ തെന്നിക്കൊണ്ട് താഴേക്ക് പോകാൻ തുടങ്ങി. ഇവർക്ക് മനസ്സിലാവുമല്ലോ തീർന്നു, ഇതോടെ തീർന്നു എന്ന് എല്ലാവരും വിചാരിക്കുകയാണ്. രക്ഷപ്പെടും എന്നൊരു ചെറിയ വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഇതോടെ തീരുകയാണ്. അതിന്റെ പുറമെ ഇതാ അടുത്ത പ്രശ്നം വരികയാണ്. അതായത് ഇങ്ങനെ ഒന്നുകൂടെ ചലിച്ചത് കൊണ്ട് തന്നെ ഇലക്ട്രിസിറ്റിക്ക് ചില പ്രശ്നങ്ങൾ വരികയാണ്. ലൈറ്റ് മിന്നാൻ തുടങ്ങുകയാണ്. അവിടുന്ന് ഇവിടുന്നൊക്കെ പുക ഇതിന്റെ ഉള്ളിലേക്ക് അടിച്ചു കയറാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ ഡാനിയൽ ഇതിന്റെ ഉള്ളിൽ തന്നെ ജോലി ചെയ്യുന്ന ആളാണല്ലോ, ഇവൻ പോയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ സോഫിയുടെ ആ ഒരു ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ ജെറാഡ്, അവൻ പറയാണ് നമ്മൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല, എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് എന്താ പറ്റുകയെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം ഇത് ഓൾറെഡി തെന്നി തെന്നി താഴേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ സോഫി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു അവസ്ഥയിൽ ഇതിങ്ങനെ താഴേക്ക് തെന്നി പോവുകയാണെങ്കിൽ 3 മണിക്കൂറിൽ കൂടുതലൊന്നും ഇതിന്റെ ഉള്ളിൽ ഇതുപോലെ എയർ ഉണ്ടാവില്ല, ഇങ്ങോട്ടേക്കും വെള്ളം കയറും. അപ്പൊ ഏക മാർഗം എന്താണ്, പുറത്തേക്ക് ഇറങ്ങാന്ന് ഇപ്പൊ ജെറാഡ് ചോദിക്കുമ്പോൾ ഒരിക്കലുമില്ല, അത് നടക്കില്ല. ആ ഷാർക്ക് ഉള്ളിടത്തോളം കാലം പുറത്തിറങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, നമ്മളെല്ലാവരും മരണപ്പെട്ടു പോകും. നമ്മുടെ ബോഡി ഗാർഡിന് സംഭവിച്ചത് എല്ലാവരും നേരിട്ട് കണ്ടേയല്ലേ. അപ്പൊ എങ്ങനെയെങ്കിലും അതിന്റെ ആ ഒരു ദിശ മാറ്റാൻ പറ്റിയാൽ നമുക്ക് രക്ഷപ്പെട്ടു പോവാം. പക്ഷേ എങ്ങനെ ദിശ മാറ്റും? എല്ലാവരും ഇതിനെക്കുറിച്ച് അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ചെറിയ പെണ്ണുണ്ടല്ലോ ജെന്നി, അവള് പറയാണ് ഞാൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, അതായത് ഈ മീൻ, ഷാർക്ക് ഇതിന്റെയൊക്കെ ശ്രദ്ധ മാറ്റാനായിട്ട് അവിടെ കുറച്ചധികം എയർ ബബിൾസ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. എന്ന് ഇത് കേട്ടപ്പോൾ ജെറാഡിന് ഇത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഇതെന്താണ് ചെറിയ പിള്ളേർ പറയുന്നതൊക്കെ നമ്മൾ ഈ ഒരു സമയത്ത് കേൾക്കണമെന്ന് ചോദിച്ചപ്പോൾ സോഫി പറയാണ് അവൾ പറഞ്ഞ സത്യം തന്നെയാണ്, അതൊരു സയൻസ് ആണ്, ആ ഒരു കാര്യം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സോഫി അവിടെ ഉണ്ടായിരുന്ന ഒരു ബാത്റൂം ക്യാബിൻ ഉണ്ടല്ലോ ഇതിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. എന്നിട്ട് ഉള്ളിന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. ശരിക്കും അവൾ ഉള്ളിലേക്ക് കയറി ചെന്നത് ആലോചിക്കാനൊന്നും ആയിരുന്നില്ല, പൊട്ടിക്കരയാനായിരുന്നു. കാരണം അത്രയും പേടിയുണ്ട്. ബാക്കിയുള്ളവരുടെ ഇടയിൽ നിന്നും ഇതുപോലെ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് കൂടെ തളർന്നു പോകും. കാരണം ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കുന്നത് സോഫി ആയിരുന്നു. അതുപോലെ തന്നെ ഫോണിൽ അവളുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ നോക്കിയിട്ട് സോഫി പറയുന്നുണ്ട്, അമ്മ ഞാനും അമ്മയുടെ അടുത്തേക്ക് വരാൻ പോവാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവൾ പേടിച്ച് പൊട്ടി കരയാൻ തുടങ്ങുകയാണ്. ഇതേ സമയത്ത് തന്നെ കടലിന്റെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവരെ തേടി വന്ന ആ ഒരു ഹെലികോപ്റ്റർ ഇവർ നോക്കുമ്പോൾ കടലിന്റെ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ഫ്ലൈറ്റിന്റെ പൊട്ടിയ കഷ്ണങ്ങൾ കാണുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ നേർ താഴേക്ക് പോയാൽ തന്നെ ആളെ കാണാൻ പറ്റുമല്ലോ, അല്ല ആ ഒരു ഫ്ലൈറ്റിനെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. എന്തായാലും വേഗം തന്നെ 2 സ്കൂബ ഡൈവേഴ്സ് വെള്ളത്തിനടിയിലേക്ക് എടുത്ത് ചാടുന്നുണ്ട്. ഇവർ നേരെ കടലിന്റെ ആഴങ്ങളിലേക്ക് അങ്ങനെ നീന്തി പോവാണ്. ഇതേ സമയത്ത് തന്നെ താഴെ ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഇവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം കിട്ടുമെന്ന് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പൊ ഇവരുടെ ആ ഒരു ക്യാബിന്റെ പല ഭാഗത്തായിട്ട് ഓരോ പെട്ടികളുണ്ടല്ലോ, ഇതെല്ലാം ഇവർ തുറന്നു നോക്കുന്നുണ്ട്. പക്ഷേ കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല. ഇതേ നേരം തന്നെ ഇവരെ തേടി വന്ന ആ ഒരു 2 സ്കൂബ ഡൈവേഴ്സ് ഈ ഒരു മലഞ്ചെരുവിൽ വീണ് കിടക്കുന്ന ഈ ഒരു ഫ്ലൈറ്റിനെ കാണുകയാണ്. പയ്യെ പയ്യെ ഇവർ അതിന്റെ അടുത്തേക്ക് നീന്തി ചെല്ലുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ എന്തെങ്കിലും ഒരു വഴി ഉണ്ടോ നോക്കാൻ വേണ്ടി ഒരാൾ ഇതിന്റെ താഴ്ഭാഗത്തേക്ക് ചെല്ലുകയാണ്. അതുപോലെ തന്നെ മറ്റാള് ഈ ഒരു വിൻഡോ സൈഡ് ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോവാണ്. ഇവരെ കൈ കാണിക്കാണ്. എന്തായാലും ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് ആള് വന്നു. ഇത് കണ്ടപ്പോൾ തന്നെ ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് ആശ്വാസമാവാണ്. ഇനി ഇവരെ രക്ഷപ്പെടുത്തിക്കോളും എന്നുള്ള ഒരു പ്രതീക്ഷ ഇവരുടെ ഉള്ളിലേക്ക് വന്നു. അതുപോലെ വന്ന ആ ഒരു സ്കൂബ ഡൈവർ ഉണ്ടല്ലോ, ഇയാൾ കൈകൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ സേഫ് അല്ലേ, സേഫ് ആയിട്ട് ഇരിക്കുന്നു. എല്ലാവരും സന്തോഷത്തോടെ
ഹാപ്പി ആയിട്ട് തന്നെ മറുപടി പറയുന്നുണ്ട്, ഓക്കെ ഞങ്ങളിവിടെ ഇപ്പോൾ സേഫാണ്. എന്നാൽ പെട്ടെന്നാണ് ആ ഒരു കാര്യം സംഭവിക്കുന്നത്. അതായത് ഇവരൊക്കെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഡൈവർ ഉണ്ടല്ലോ, ഇയാളുടെ പിന്നിലൂടെ എന്തോന്ന് വരുന്നുണ്ട്. അത് ആ ഷാർക്കായിരുന്നു. ഇയാൾക്ക് സൂചന കൊടുക്കുന്നുണ്ട്, തിരിഞ്ഞു നോക്കുന്നു. എന്നാൽ ഈ ഡൈവർക്ക് ഇത് മനസ്സിലായില്ല കേട്ടോ. ഇയാൾ തിരിഞ്ഞു നോക്കിയപ്പോഴേക്കും ഇച്ചിരി വൈകിപ്പോയിരുന്നു. ആ ഷാർക്ക് വരികയാണ്, ഇയാളെ കടിച്ച് വലിച്ചെടുത്തോണ്ട് പോവാണ്. അവിടെ മുഴുവൻ രക്താവാണ്. അധികം വൈകിയില്ല, ഇയാളുടെ ശരീരം തുണ്ടായി പോകുന്നുണ്ട്. ആ തുണ്ടായ കാലിന്റെ കഷ്ണം ഇവര് കാണുകയാണ്. അതുപോലെ തന്നെ മറ്റേ ആ ഒരു ഡൈവർ ഉണ്ടല്ലോ, അയാളുടെ കാര്യം ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ് നടന്നത്. ഈ കാര്യം നേരിട്ട് കണ്ട സമയത്ത് ഇവർക്ക് വന്ന ആ ഒരു പ്രതീക്ഷ അത് നഷ്ടപ്പെട്ടു പോവാണ്. ഇനി എന്ത് ചെയ്യും? രക്ഷിക്കാൻ വന്ന 2 ആൾക്കാരെയും ആ ഒരു ഷാർക്കുകൾ കൊന്നു കളഞ്ഞിട്ടുണ്ട്. ഇതേ സമയം തന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ഹെലികോപ്റ്റർ ഇത് കുറെ നേരമായിട്ട് കടലിന്റെ മുകളിൽ അങ്ങനെ ഹോൾഡായി നിൽക്കുകയാണ്. പക്ഷെ ഇതിനൊരു പരിധിയില്ലേ. ഫ്യൂൽ ആണെങ്കിൽ നന്നായിട്ട് തീരാൻ വേണ്ടി പോവാണ്. ഇതിങ്ങനെ നിന്നാൽ അവസാനം വെള്ളത്തിലേക്ക് ഹെലികോപ്റ്റർ അങ്ങ് വീണു പോകും. അപ്പോൾ ഈ ഒരു പൈലറ്റ് തീരുമാനിക്കുകയാണ്, വെള്ളത്തിനടിയിലേക്ക് ചാടിയിട്ടുള്ളത് എന്തായാലും 2 എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡൈവേഴ്സ് ആണ്. സോ അവർ മാനേജ് ചെയ്തോളും. അപ്പോഴേക്കും പോയിട്ട് കരയിൽ നിന്നും പെട്രോൾ അടിച്ചിട്ട്, അതായത് ഓയിൽ ഫില്ല് ചെയ്തിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്റർ ഇവിടെ നിന്നും നേരെ കരയിലേക്ക് പോവാണ്. ഇപ്പൊ താഴെ ആ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിൽ നമ്മുടെ ടീംസ് എന്ത് ചെയ്യണം, ഇനി അടുത്ത മൂവ്മെന്റ് എന്താണ്, ഇതൊന്നും അറിയാതെ നിൽക്കുമ്പോൾ സോഫി ഒരു കാര്യം പറയാണ്, എന്തായാലും അതിലൊരു ഡൈവേഴ്സിൽ ഒരാൾ ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ നോക്കിയില്ലേ, ഇയാൾ അങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ആ ഒരു സിലിണ്ടറും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഉള്ളിൽ ട്രാപ്പായി കിടക്കുന്നുണ്ടാവില്ലേ, നമുക്കത് എടുക്കുകയാണെങ്കിൽ അത് ഉപകാരപ്പെടില്ലേ, ഓക്സിജൻ കിട്ടുമല്ലോ. എന്തായാലും കുറച്ചധികം റിസ്ക് എടുത്തുകൊണ്ട് തന്നെ സോഫി പതിയെ വെള്ളത്തിനടിയിലേക്ക് ഒന്ന് മുങ്ങാങ്കുഴി ഇട്ട് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പൊന്തി വരുന്നുണ്ട്. കണ്ടോന്ന് ചോദിക്കുമ്പോൾ അവൾ കണ്ടിട്ടില്ല. വീണ്ടും സോഫി കുറച്ചുകൂടെ ഒന്ന് താഴത്തേക്ക് പോയി നോക്കിയപ്പോൾ കുറച്ച് അകലെയായിട്ട് ആ ഒരു സിലിണ്ടർ കാണുകയാണ്. അത് അവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ജെറാഡ് സൈഡിലൂടെ പോയി അത് എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് അവന്റെ കാലൊന്ന് തന്നെയാണ് വെള്ളത്തിലേക്ക് വീഴുന്നുണ്ട്. ഇവരൊക്കെ ആകെ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഈ ജെറാഡാണെങ്കിൽ ആന്ന് പറഞ്ഞിട്ട് മേലേക്ക് ഒറ്റ പൊന്തി വരുതാണ്. അവനെയും സ്രാവ് കടിച്ചു, അവനും മരിച്ചു എന്ന് കരുതിയിട്ട് ഇവരെല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ ജെറാഡ് വെറുതെ കിടന്ന് ചിരിക്കുകയാണ്. ഒന്നുമില്ല, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ചുമ്മാ ചിരിച്ചെന്ന് പറയാണ്. എന്നാ തമാശ കാര്യം തന്നെ പറയാലോ. അപ്പോഴേക്കും ഷാർക്ക് അങ്ങോട്ടേക്ക് എത്താണ്. അവന്റെ കാലൊരേറ്റ കടി കൊടുക്കാണ്. എല്ലാവരും കൂടെ വേഗം തന്നെ അവനെ പിടിക്കുന്നുണ്ട്. എല്ലാവരും അവസാനം അവനെ പിടിച്ച് വലിച്ച് കരയിലേക്ക്, അതായത് വെള്ളത്തിന്റെ ഇല്ലാത്ത ആ ഒരു ഭാഗത്തേക്ക് കയറ്റുകയാണ്. എന്നാൽ അപ്പോഴേക്കും അവന്റെ ദേഹത്ത് നിന്ന് ഒരുപാട് രക്തവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേഗം തന്നെ അമ്മൂമ്മ ഒരു സീറ്റ് ബെൽറ്റ് അതെങ്ങനെയൊക്കെയും പൊട്ടിച്ചെടുത്തിട്ട് ഇവന്റെ ആ ഒരു കാലിൽ നല്ല ടൈറ്റ് ആക്കിയിട്ട് കിട്ടുകയാണ്. അതുപോലെ തന്നെ ഇപ്പൊ ജെറാഡ് പറയാണ്, എനിക്ക് എന്താണെന്ന് അറിയില്ല, എന്റെ കാലിന്റെ താഴേക്ക് ഒന്നും ഇല്ലാത്തതുപോലെ ഫീൽ ആവുന്നില്ല. ഇപ്പൊ അമ്മൂമ്മ അവന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, മോനെ നീ വിഷമിക്കരുത്, കാരണം നിന്റെ മുട്ടിന്റെ താഴോട്ടുള്ള ഭാഗം അത് ആ ഒരു ഷാർക്ക് കടിച്ചെടുത്തുകൊണ്ടുപോയി. ഇത് കേട്ടപ്പോ അവനാകെ ഞെട്ടിപ്പോവാണ്, ഷോക്കായി പോയി. പിന്നെ കിടന്ന് കരയാൻ തുടങ്ങുകയാണ്. എന്റെ സ്വപ്നങ്ങൾ ഇതൊക്കെ ഞാനിനി എങ്ങനെ സാക്ഷാത്കരിക്കും. സോ അവൻ കിടന്ന് ഇങ്ങനെ കരയുന്ന സമയത്ത് സോഫിക്കും അത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം അവള് വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണല്ലോ. എന്തായാലും കുറച്ച് സമയം കഴിയാണ് സോഫി ഇപ്പോൾ അവനെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതേപോലെ തന്നെ ഡാനിയൽ പറയാണ്, സോഫി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോവാണെങ്കിൽ, അതായത് താഴേക്ക് പോവാണെങ്കിൽ ഈ ഫ്ലൈറ്റിന്റെ മുൻഭാഗത്ത് കുറച്ച് ക്യാബിൻസ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില മാസ്കുകൾ, സ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പോയിട്ട് ആരപ്പെടുക്കുക, ആർക്കും പോകാൻ ധൈര്യമില്ല. കാരണം എന്താ, ഒന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങിയാൽ തന്നെ അപ്പൊ തന്നെ ഷാർക്കാണ് വരുന്നത്. അതുകൊണ്ട് ആർക്കും ഇറങ്ങാനായിട്ട് ഒരു ധൈര്യമില്ല. അവസാനം സോഫി തന്നെ ഞാൻ പോവാന്ന് പറയാണ്. അങ്ങനെ അവൾ താഴേക്ക് പോകുന്ന സമയത്ത് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് വെളിച്ചം കാണില്ലല്ലോ. അപ്പൊ ഡാനിയൽ അവൾക്കൊരു ഫ്ലെയർ കൊടുക്കുന്നുണ്ട്. അത് ഓണാക്കിക്കൊണ്ട് വെള്ളത്തിനടിയിലൂടെ അവൾ അങ്ങനെ പോകുമ്പോൾ വലിയൊരു നീരാളി അവളുടെ ദേഹത്തേക്ക് വരികയാണ്. എന്നാൽ അത് അത്ര ആക്രമണകാരിയായിരുന്നില്ല. എനിക്ക് നാക്ക് നന്നായിട്ട് ഒളുകുന്നുണ്ട്. ചില വാക്കുകളൊക്കെ ഒരു കൃത്യതയില്ലാതെ പോകുന്നുണ്ട് കേട്ടോ. മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ചില സമയത്തൊന്നും അത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അങ്ങനെ തെറ്റിയിട്ടുണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. അപ്പൊ നമ്മളെവിടെയാ പറഞ്ഞു നിർത്തിയത്, ഈ ഒരു നീരാളി ഇത് അത്ര വലിയ ആക്രമണകാരി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ തള്ളി മാറ്റി നമ്മുടെ സോഫി നേരെ ആ ഒരു ക്യാബിന്റെ അടുത്തേക്ക് എത്തുകയാണ്. എന്നാൽ അത് ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നില്ല. പിന്നെ ഡാനിയൽ എന്തൊക്കെയോ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഉദാഹരണം വെച്ച് അവൾ ആ ഒരു ക്യാബിൻ ഓപ്പൺ ആക്കുകയാണ്. ഇതിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു മാസ്ക് അതുപോലെ തന്നെ ജാക്കറ്റും കാര്യങ്ങളും എടുത്തുകൊണ്ട് അവൾ നേരെ തിരിച്ചെത്തുകയാണ്. എന്നാൽ അത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു 4 പീസായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. 4 പേർക്കേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഇത് ഇവിടെ വെച്ചു. പിന്നെ സോഫി നേരെ ജെറാഡിന്റെ അടുത്തേക്ക് പോവാണ്. ഇവനാണെങ്കിൽ ഒരുപാട് രക്തം പോയതുകൊണ്ട് തന്നെ കണ്ണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഒരു ബോധമില്ലാത്ത അവസ്ഥയിലേക്ക് അവൻ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ കവിളിലും ദേഹത്തെല്ലാം തട്ടിയിട്ട് സോഫി കണ്ണടക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊന്ന് ഉണർത്താൻ വേണ്ടി നോക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവനെ ഒന്ന് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഇനി അടുത്ത കാര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് ചെയ്യാനായിട്ട് ഇവർ പോകുന്ന സമയത്ത് നമ്മുടെ അമ്മൂമ്മയ്ക്ക് എന്തോ ഒരു സംശയം പോലെ പതിയെ ചെല്ലിയാണ് ഈ ജെറാഡിന്റെ കയ്യിലേക്ക് ഒന്ന് പിടിച്ചു നോക്കുകയാണ്. നോക്കുമ്പോൾ പൾസ് ഇല്ലേ, അത് നിന്നിട്ടുണ്ട്. ഇപ്പൊ സോഫി വിളിക്കണം, മോളെ വിഷമിക്കരുത്, പേടിക്കരുത്, ഒരു കാര്യം പറയട്ടെ, ജെറാഡ് മരിച്ചുപോയി. പെട്ടെന്ന് ഭയങ്കര ഒരു ഷോക്കോട് കൂടിയിട്ടാണ് സോഫി ഒരു കാര്യം കേട്ടത്. കാരണം അത്രയും സ്നേഹിച്ചൊരു മനുഷ്യനാണ് ഇവിടെ തൊട്ടടുത്ത് മരണപ്പെട്ട് കിടക്കുന്നത്. ആർക്കായാലും നെഞ്ചിലൊരു പെടപ്പുണ്ടാവുമല്ലോ. അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ആലമുറയിട്ട് അവനെ തല്ലിക്കൊണ്ട് കരയാൻ തുടങ്ങുകയാണ്. എന്നാൽ ഇതിന്റെ പുറമെ താണ്ടെ അടുത്ത പ്രശ്നം ആരംഭിക്കുകയാണ്. അതായത് ഇതൊരു മലഞ്ചെരുവിലേക്ക് പോയി അവസാനം ഇതൊരു കൊക്കയിലേക്ക്, അതായത് ഇനി വലിയൊരു കുഴിയാണ് താഴേക്ക്. ഇതിന്റെ ആ ഒരു ഭാഗത്തേക്ക് ഫ്ലൈറ്റിന്റെ മുൻഭാഗം വന്ന് നിൽക്കുന്നുണ്ട്. അതിന്റെ ആ ഒരു കനം കാരണം വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ അത് പതിയെ പൊട്ടാൻ തുടങ്ങുകയാണ്. അങ്ങനെ അവസാനം മുൻഭാഗം പൂർണ്ണമായിട്ടും പൊട്ടി അടന്ന് താഴേക്ക് വീഴുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളം പതിയെ മുകളിലേക്ക് കയറാനും തുടങ്ങി. അത്
അധികം നേരം ആ ഒരു എയർ ലോക്ക് ഈ ഫ്ലൈറ്റിന്റെ ബേക്ക് ഭാഗത്ത് ഉണ്ടാവില്ല. മാത്രമല്ല ഇപ്പൊ സോഫി ഒരു കുറച്ചു നേരം കരഞ്ഞു. എന്തായാലും ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് അതെന്താന്ന് വെച്ചാൽ അത് മുന്നോട്ടേക്ക് വെച്ചേ മതിയാവുള്ളൂ. അല്ലെങ്കിൽ ഒരു രീതിയിലും ഇവർക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റില്ല. സോ അങ്ങനെ സോഫി ലീഡ് ചെയ്യാണ്. നമ്മൾ പോവുകയാണ്. നമുക്ക് എന്തായാലും കുറച്ച് എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ കിട്ടിയല്ലോ. അതുപോലെ തന്നെ ഗ്യാസ് സിലിണ്ടേഴ്സ് ഈ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് വെള്ളത്തിലേക്ക് അടിച്ച് അവിടെ ബബിൾസ് ഉണ്ടാക്കി എങ്ങനെയെങ്കിലും ഷാർക്കിനെ ഈ ഒരു ഭാഗത്തുനിന്ന് ഓടിപ്പിക്കാം. എന്നാൽ ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങി മുകളിലേക്ക് പോകാനായിട്ടുള്ള ധൈര്യം ഈ ഒരു ബിസ്കോക്ക് ഉണ്ടായിരുന്നില്ല. അവന്റെ കൈയാണെങ്കിൽ ഓൾറെഡി ഡാമേജ് ആയി കിടക്കുകയാണ്. എന്താ നിനക്ക് ഇങ്ങനെ പേടിയെന്ന് ചോദിച്ചപ്പോൾ ബിസ്കോ കാര്യങ്ങൾ പറയാണ്. അത് പിന്നെ എനിക്ക് വെള്ളം വല്ലാത്ത പേടിയാണ്. ഇതുപോലെ ചെറുപ്പത്തിൽ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി നീന്താൻ നോക്കിയപ്പോൾ ഞാൻ വെള്ളത്തിനടിയിലേക്ക് വീണുപോയി. ഞാൻ പ്രതീക്ഷിച്ചു അതെങ്കിലൊക്കെ രക്ഷപ്പെടുത്താൻ വരുമെന്ന്. ആരും വന്നില്ല. അവസാനം ഞാൻ തന്നെ എങ്ങനെയൊക്കെയോ മുകളിലേക്ക് കയറി വന്നു. എന്തായാലും രക്ഷപ്പെട്ടു. ഇപ്പൊ നമ്മുടെ പെൺകുട്ടി ഉണ്ടല്ലോ ജെന്നി, അവള് ചോദിക്കുകയാണ് അങ്കിൾ എത്ര നേരം വെള്ളത്തിനടിയിൽ കിടന്നു? 2 മിനിറ്റ് ആയിരുന്നു പറയാണ്. ഇത് കേട്ട സമയത്ത് സോഫി പറയാണ് 2 മിനിറ്റ് കിടന്നില്ലേ? നമുക്ക് ആ സമയം തന്നെ മതി മുകളിലേക്ക് എത്താനായിട്ട്. ഇപ്പൊ അവന് ധൈര്യം കൊടുക്കാണ്. വാ നമുക്ക് രക്ഷപ്പെടാം. ഒരു എനർജി നീ കാണിക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് ചാവുക, അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുക, ഭയത്തെ മാറ്റി വെക്കുക. ഏതാ നമ്മൾ ചെയ്യേണ്ടത്? അത് നമ്മൾ തന്നെ തീരുമാനിക്കണം. സത്യം പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴും സോഫിയുടെ ഉള്ളിൽ നല്ല ഭയമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഗ്ലാസ്സിലൂടെ അവൾ പുറത്തേക്ക് നോക്കുമ്പോൾ 2-3 ഷാർക്കിനെ കാണുന്നുണ്ട്. ശരിക്കും അവൾ കിടുങ്ങി പോകുന്നുണ്ട്. എന്നാൽ ആ ഭയം അവൾ പുറത്ത് കാണിക്കുന്നില്ല. വാ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് പയ്യെ എല്ലാവരെയും അതിന്റെ താഴേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഈ ഒരു ബിസ്കോ ഇവനും ഈ ഒരു കാര്യം നേരിട്ട് കാണുകയാണ്. വിറച്ചൊരു പരിവായിട്ട് ഇവനിക്കൊന്ന് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. അമ്മാതിരി പേടിയിലാണ് അവൻ പേടിച്ചിട്ടുള്ളത്. മാത്രമല്ല ഫ്ലൈറ്റ് ആണെങ്കിൽ വെള്ളത്തിനടിയിലേക്ക് വീണ്ടും പയ്യെ തെന്നി താഴേക്ക് വീണുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴും ഈ ഒരു ബിസ്കോ പേടി കാരണം അവൻ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അവനൊന്നും നോക്കിയില്ല. കയ്യിൽ ഒരു ബിയർ ഉണ്ടായിരുന്നു. ഇതെടുത്ത് നല്ല അടിയാണ്. ഇപ്പൊ ഒരു എനർജി വന്നു. അവൻ പോകാൻ വേണ്ടി തയ്യാറാവാണ്. അതുപോലെ തന്നെ വെള്ളത്തിൽ പൊന്തിക്കെടുക്കാനായിട്ടുള്ള ആ ഒരു എയർ നിറച്ച ആ ഒരു സാധനം ഇവരെല്ലാവരും ഷോൾഡറിൽ വെച്ചിട്ടുണ്ട്. എയർ ഇപ്പം നിറക്കില്ല. ഒന്ന് ഫ്രീ ആയിട്ട് ഈ ഒരു ഫ്ലൈറ്റിന്റെ പുറത്തേക്ക് എത്തിയാൽ മാത്രമേ അതിൽ ആ ഒരു എയർ റിലീസ് ആക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഇവർ മുകളിലേക്ക് പൊന്തി പോവുള്ളൂ. അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ മുത്തശ്ശി ഉണ്ടല്ലോ നമ്മുടെ സോഫിയെ നോക്കിയിട്ട് പറയാണ് പൊന്നുമോളെ എന്റെ പേരക്കുട്ടിയെ ജെന്നിയെ എന്ത് വന്നാലും അവളെ രക്ഷപ്പെടുത്തണേ, എനിക്ക് വാക്ക് തരണേ എന്നൊക്കെ സോഫിയോട് ഈ അമ്മൂമ്മ ഇങ്ങനെ പറയുന്നുണ്ട്. സോഫി വാക്ക് കൊടുക്കുകയാണ് നമ്മൾ എന്ത് തന്നെ ആയാലും നമ്മൾ രക്ഷപ്പെടും. അങ്ങനെ അവസാനം ഇവർ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. പതിയെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. ഇവർക്ക് വേണ്ടത് ആ ഒരു സ്കൂബ ഡൈവർ ഇയാൾ താഴേക്ക് വന്നപ്പോൾ ഇയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഓക്സിജൻ സിലിണ്ടർ ആണ്. എന്തിനാണെന്നല്ലേ? അത് ഓൺ ആക്കിയാൽ അതിന്റെ ഉള്ളിൽ നിന്നും ഓക്സിജൻ വരും. അപ്പൊ നല്ല ബബിൾസ് ഉണ്ടാവും. ഈ ബബിൾസ് കാണുമ്പോൾ ഷാർക്കുകളൊക്കെ ഇവിടെ നിന്ന് പേടിച്ച് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇവരങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ ഏറ്റവും പിറകിൽ വന്ന ഈ ഒരു ബിസ്കോ ഇവൻ നോക്കുമ്പോൾ ബേക്കിൽ ആ ഒരു അമ്മൂമ്മയെ കാണാനില്ല. അതായത് അമ്മൂമ്മയ്ക്ക് ഇതുപോലെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ ഭയം ആയതുകൊണ്ട് തന്നെ അവരവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. മാത്രമല്ല അവർ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞു. അവരുടെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അവരുടെ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തന്നെ പോകാനായിട്ട് മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. പക്ഷെ അവരെങ്ങനെയെങ്കിലും പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ ബിസ്കോ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. പക്ഷെ ആ പോകുന്ന വഴിയിൽ അവൻ ഈ ഒരു ഷാർക്കിന്റെ മുന്നിൽ പെട്ടുപോവാണ്. പാവം നമ്മുടെ ബിസ്കോയെ ആ ഒരു ഷാർക്ക് കടിച്ചു വലിച്ചു കൊണ്ടുപോവാണ്. ഇതുപോലെ മുന്നോട്ടേക്ക് പോയ സോഫിക്ക് ആ ഒരു സിലിണ്ടർ കിട്ടിയിട്ടുണ്ട്. അവള് വേഗം തന്നെ അതിലൊരു ഇച്ചിരി ഓക്സിജൻ ഇവർക്ക് എല്ലാവർക്കും, അതായത് ഡാനി, ജെന്നി, എന്തായാലും ഇവർ 3 പേരും കൂടെ ആ ഒരു ഓക്സിജൻ ഷെയർ ചെയ്തെടുക്കുകയാണ്. അപ്പൊ ബാക്കിയുള്ളവര്, അതായത് നമ്മുടെ അമ്മൂമ്മ അതുപോലെ ബിസ്കോ ഇവരെവിടെയെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ഡാനിയല് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ തലകൊണ്ട് അവര് പോയി എന്നുള്ള കാര്യം സോഫിയോട് പറയാണ്. അവൾക്കും കാര്യം മനസ്സിലായി. മാത്രമല്ല ആ ഷാർക്കുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അധിക നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് തന്നെ സോഫി എന്താക്കി നമ്മുടെ ജെന്നിയുടെ ആ ഒരു ചാറ്റിലെ എയറിനെ തുറന്നു വിടുകയാണ്. അതുപോലെ തന്നെ ഡാനിയലിന്റെയും. ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് മുകളിലേക്ക് പൊന്തി പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഷാർക്ക് അങ്ങോട്ടേക്ക് എത്തി. എന്നാൽ ഇതിന്റെ മുന്നിലൂടെ ഇതുപോലെ പൊന്തി പോയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ അത് നമ്മുടെ ഈ ഒരു സോഫിയെ കടിച്ചെടുക്കും. സോ അവൾ ഈ ഒരു വെള്ളത്തിന്റെ അടിയിൽ തന്നെ, അതായത് ഫ്ലൈറ്റിന്റെ ഒരു ഭാഗത്ത് തന്നെ ഹൈഡ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് ഈ ഒരു സ്രാവിനെ കാണാത്ത രീതിയിൽ. സ്രാവ് ഇപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് അവൾ അങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്. അവളെ എന്നല്ല, അതിനെ പറ്റി ഏതെങ്കിലും ഒരു ഇരയുണ്ടോ നോക്കിയിട്ട്. എന്നാൽ ഇതേ നേരം തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ആണെങ്കിൽ പതിയെ ആ ഒരു കൊക്കയിലേക്ക്, അതായത് കടലിന്റെ അടിയിൽ ആ ഒരു വലിയ ആഴക്കുഴിയിലേക്ക് ഇതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പരമാവധി ഇപ്പോഴും അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന സോഫി പുറത്തേക്ക് കടക്കാനായിട്ട് നോക്കുന്നുണ്ട്. ഇത് വേഗത്തിലാണ് താഴേക്ക് പോകുന്നത്. അവളെന്താക്കി എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ ഇതിന്റെ ഗ്ലാസ് തല്ലി പൊട്ടിച്ച് പുറത്തേക്ക് കടക്കുന്നുണ്ട്. എന്നാൽ ഒരു മനുഷ്യനല്ലേ, എത്ര നേരം എന്ന് വെച്ചിട്ട് ഓക്സിജൻ അങ്ങനെ പിടിച്ചു വെക്കുക. അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങുന്നുണ്ട്. പയ്യെ അവളുടെ ആ ഒരു ബോധം പോവുകയാണ്. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇതിന് മുന്നേ ആയിട്ട് അവൾ എന്ത് ചെയ്തു, ആ ഒരു എയർ ഉണ്ടല്ലോ, ആ ഒരു ജാക്കറ്റിലെ എയർ തുറന്നു വിടുകയാണ്. പയ്യെ ഇതിങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവളുടെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മരണപ്പെട്ടു പോയ നമ്മുടെ സോഫി പയ്യെ മുകളിലേക്ക് പൊന്തി വരുന്നുണ്ട്. അങ്ങനെ അവസാനം ആ ഒരു സ്രാവിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും മുകളിലേക്ക് എത്തിയ നമ്മുടെ ഈ ഒരു സോഫി മരണപ്പെട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല. അവൾക്കിപ്പോ ബോധമില്ല, ഒരനക്കവും ഇല്ല. എന്തായാലും വെള്ളത്തിന്റെ മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. പെട്ടെന്ന് ഉള്ളിൽ ആ ഒരു വെള്ളം പുറത്തേക്ക് തെറിച്ചു പോവാണ്. അവൾക്ക് ശ്വാസം വീണ്ടും കിട്ടുന്നുണ്ട്. നമ്മുടെ സോഫി മരണപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ അവൾ ചുറ്റും നോക്കുന്ന സമയത്ത് നേരത്തെ മുകളിലേക്ക് പൊന്തി വന്ന ആ ഒരു ഡാനിയൽ ഉണ്ടല്ലോ, അതുപോലെ തന്നെ ജെന്നി, ഇവര് രണ്ടുപേരെയും കാണുന്നില്ല. ഇവർക്ക് എന്ത് പറ്റി? അവർ ആ ഒരു സ്രാവ് തിന്നിട്ടുണ്ടാവുമോ? ആ ഒരു ഭയത്തിൽ അവളങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ മുകളിലേക്ക് ഒരു ഹെലികോപ്റ്റർ വന്ന് നിൽക്കുകയാണ്. അത് തന്നെ റെസ്ക്യൂ ടീം. അവൾക്ക് കയറാനായിട്ട് ഒരു റോപ്പ് ഇവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അത് പിടിച്ച് നമ്മുടെ സോഫി മുകളിലേക്ക് കയറി നോക്കിയപ്പോൾ ഇതിന്റെ ഉള്ളിൽ തന്നെ ഡാനിയലും നമ്മുടെ ജെന്നി ഉണ്ടായിരുന്നു. എന്തായാലും അവർ രണ്ടുപേരും രക്ഷപ്പെട്ടല്ലോ. അത് കണ്ടപ്പോൾ
കണ്ടപ്പോൾ തന്നെ സോഫിക്ക് വല്ലാത്ത സമാധാനമാവുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ അവർ ക്യാപ്റ്റൻ ചോദിക്കുകയാണ് വേറെ ആരെങ്കിലും ജീവനോടെ ബാക്കിയുണ്ടോ. ഇപ്പൊ സോഫി ഇല്ലാന്ന് പറഞ്ഞിട്ട് തലയാടുന്നുണ്ട്. എന്തായാലും നമ്മുടെ ജെന്നിയെ ചേർത്ത് പിടിച്ച് അവള് ഭയങ്കരമായിട്ട് കരയാണ് കേട്ടോ. കൂടെ വന്ന എല്ലാവരെയും നഷ്ടമായി. അവസാനം വരെ പോരാടി കൂടെ നിന്ന ആൾക്കാരും നഷ്ടമായി. എന്തായാലും ഈ ഒരു പെൺകുട്ടിയെ ഒരിക്കലും കൈവിടില്ല. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ ഒരു മുത്തശ്ശിക്ക് വാക്ക് കൊടുത്തതുപോലെ തന്നെ ജെന്നിയെ സോഫി ചേർത്ത് പിടിക്കുകയാണ്. അങ്ങനെ ഇവരെയും കൊണ്ട് ഈ ഒരു ഹെലികോപ്റ്റർ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇത്രയും പേര് ആ ഒരു ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചെങ്കിലും അവസാനം ബാക്കിയായത് ഇവര് 3 പേര് മാത്രമാണ്. അങ്ങനെ ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ആ ഒരു ഹെലികോപ്റ്റർ നേരെ കരയിലേക്ക് പോവാണ്. ഇത് കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുന്നുണ്ട്. അപ്പൊ ഈ കഥ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ പറ്റുകയാണെങ്കിൽ നമ്മുടെ രണ്ടാമത്തെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ഉണ്ടാവുക. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.